ബീഹാറിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. എൻഡിഎയും അതുപോലെ തന്നെ മഹാസഖ്യവും ഒക്കെ വലിയ പ്രതീക്ഷയിലാണ്. 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദേശീയ നേതാക്കളെല്ലാം പ്രമുഖരെല്ലാം അണിനിരത്തി കൊട്ടിക്കലാശം വലിയ ആവേശത്തിലാക്കാൻ തന്നെയാണ് ബീഹാർ ശ്രമിക്കുന്നത്. വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, രണ്ടാം ഘട്ടത്തിലേക്ക് ബീഹാർ കടക്കുകയാണ്. ഒന്നാം ഘട്ടം വലിയ ആവേശത്തിലായിരുന്നു കൊട്ടിക്കലാശം, അതുപോലെ തന്നെ പോളിംഗ് ശതമാനവും വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? അബ്ലി, ഗുഡ് മോർണിംഗ്. ഏതായാലും രണ്ടാം ഘട്ടത്തിൽ 122 സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 11-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. 14-ാം തീയതി ഈ രണ്ട് ഘട്ടത്തിലെ കൂടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. വാൽമീകി നഗർ അടക്കമുള്ള സുപ്രധാന മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് 122 സീറ്റ്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയാണ്. RJDയും കോൺഗ്രസും ഒരു വശത്തും, മറുവശത്ത് JDയുമായി നേരിട്ടേറ്റിട്ടുണ്ട്. BJPയേക്കാൾ കൂടുതൽ JDയുവിന് സ്വാധീനമുള്ള മേഖല കൂടി ഉൾപ്പെടുന്നതാണ് ഈ രണ്ടാം ഘട്ടം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വാശിയേറിയ പോരാട്ടത്തിലാണ് കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ നിർണായകമായ പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ചരിത്രപരമായ പോളിംഗ് നിലവിൽ ബീഹാറിൽ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ എന്താകും രണ്ടാം ഘട്ടത്തിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഈ പോളിംഗ് ശതമാനം കൂടിയത് തനിക്കും അതുപോലെ തന്നെ നിതീഷ് കുമാറിനുമൊക്കെ തന്നെ ജനങ്ങളുടെ പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നതാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള അംഗീകാരമായാണ് പോളിംഗ് വർധനവിനെ BJPയും അതുപോലെ തന്നെ JDയുവും വിലയിരുത്തുന്നത്. അതേസമയം തന്നെ എത്ര പോളിംഗ് ശതമാനം ഉയർന്നാലും അതിൽ വലിയ ആശങ്ക ഇല്ല എന്നും ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളെല്ലാം തന്നെ സർക്കാരിനെതിരായി വോട്ട് ചെയ്തതിന്റെ ഫലമാണ് കാണിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം സമസ്തിപൂരിൽ നിന്ന് പോളിംഗ് VVPATകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കൊടുമ്പിരി കൊള്ളുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മോക്ക് പോളുമായി ബന്ധപ്പെട്ട VVPATകളാണ് പുറത്തുനിന്ന് കണ്ടെത്തിയത് എന്നുള്ളതാണ് കമ്മീഷന്റെ വിശദീകരണം. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ വിശദമായി അന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അന്വേഷണം എന്തായാലും പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വളരെ ശക്തമായി തന്നെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഈ രണ്ടാം ഘട്ടത്തിലും വലിയ ഗുരുതര ആരോപണങ്ങളാണ് ഈ മഹാസഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തത്. മറുവശത്ത് ഇനി ഇത്തരത്തിൽ ഗുണ്ടാരാജിലേക്ക് പോകരുത് എന്ന് സർക്കാർ അല്ലെങ്കിൽ NDA പറയുന്നുണ്ടെങ്കിലും എന്താണ് ഇപ്പോഴും സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഏതായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഒരു അവസാന നിമിഷങ്ങളിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ ആർക്ക് ഏത് മുൻതൂക്കം എന്നുള്ളത് ഇപ്പോഴും പ്രവചിക്കുക സാധ്യമല്ല. നേരിയ വ്യത്യാസത്തിന് NDA ഭരണം നിലനിർത്തുമെന്നുള്ള സർവേകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും വലിയ തരത്തിലുള്ള പ്രതീക്ഷ മഹാസഖ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്.